ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒരുപാട് പേര് പല തവണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ അവൻ ഭയങ്കര ടോക്സിക് ആണ്, അവള് ഭയങ്കര ടോക്സിക് ആണ്, ഞാനൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെ ടോക്സിക് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സിംറ്റംസ് എന്നാണ്. നിങ്ങളിപ്പോ ഉള്ളത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ മൈസെൽഫ് ഗായത്രി. ഫസ്റ്റ് വൺ, കൺട്രോളിംഗ് ബിഹേവിയർ. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് കൺട്രോളിംഗ് ബിഹേവിയർ ആണ്. കൂട്ടുകാരുമായി കറങ്ങാൻ പോവരുത്, ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിക്കരുത്, ജോലിക്ക് പോവരുത് തുടങ്ങിയ രീതിയിലുള്ള കൺട്രോളിംഗ് നമ്മളുടെ പാർട്ട്ണറിന് മേലെ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ മേലെ ഇത്തരത്തിലുള്ള ഒരു കൺട്രോളിംഗ് ബിഹേവിയർ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. സെക്കൻഡ് വൺ, വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുക, മാനിപ്പുലേറ്റ്, നമ്മളെ തരം താഴ്ത്തി സംസാരിക്കുക, ഫിസിക്കലി നമ്മളെ അബ്യൂസ് ചെയ്യുക, ഇതൊക്കെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സിംറ്റം ആണ്. അടുത്തത് ഡിസ്ഹോണസ്റ്റി. വളരെ ചെറിയ കാര്യത്തിന് പോലും കള്ളം പറയുക, പലതും മറച്ചു വെക്കുക, അങ്ങനെ നിങ്ങളോട് വളരെ ഡിസ്ഹോണസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. അടുത്തത് ഡിസ്റെസ്പെക്ട്. നിങ്ങൾക്ക് യാതൊരു വിലയും തരാതിരിക്കുക, മാത്രമല്ല നമ്മളെ വളരെ കൊച്ചാക്കി കാണുക. നീ ഇത്രയല്ലേ ഉള്ളൂ, നിനക്ക് അതല്ലേ പറ്റുള്ളൂ, അത്തരത്തിൽ നമ്മളെ വളരെ കൊച്ചാക്കി കാണുക. ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർ വാല്യൂയിങ് യുവർ നീഡ്സ്. നമ്മളുടെ ആഗ്രഹങ്ങളെ വകവെക്കാതിരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ ഉപയോഗപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ബിഹേവിയർ ഒക്കെ ഒരു ടോക്സിക് പാർട്ട്ണറുടെ സിംറ്റംസ് ആണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പാർട്ട്ണറിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്ന ഇത്തരം ടോക്സിസിറ്റീസ് നമ്മൾ ബോധപൂർവ്വം ഇഗ്നോർ ചെയ്യാറുണ്ട്. നമ്മുടെ പാർട്ട്ണർ ടോക്സിക് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്തു കടക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ടോക്സിക് ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവാതെ അവരെ അന്ധമായി സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ലൈഫും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം സാക്രിഫൈസ് ചെയ്ത് അവർക്ക് വേണ്ടി മോൾഡ് ചെയ്ത് ജീവിക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യണോ, അതോ അത്തരം ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി എങ്ങനെ നമുക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ നോക്കാം. എല്ലാ റിലേഷൻഷിപ്സിലും സങ്കടവും സന്തോഷവും അതുപോലെ ചെറിയ രീതിയിലുള്ള പോസിറ്റീവ്നെസ് ഒക്കെ വളരെ നോർമൽ ആണ്. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷനേ ആവത്തില്ല. പക്ഷെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് ആണ് തരാൻ പോകുന്നത്. നമ്മളൊരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുവന്ന എന്തിനാ, നമ്മൾ ഭയങ്കര ഹാപ്പി ആൻഡ് കംഫർട്ട് ആയിരിക്കാൻ, നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കാൻ. അതേസമയം ആ റിലേഷൻഷിപ്പ് കൂടെ ഉള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആ തരുന്നെന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞു, പലരും അവരുടെ പാർട്ട്ണർ അബ്യൂസീവ് ആണ് അല്ലെങ്കിൽ ടോക്സിക് ആണെന്ന് തിരിച്ചറിയാറ് പോലുമില്ല. ഇനി സപ്പോസ് തിരിച്ചറിഞ്ഞാലും ഇനി എന്താ ചെയ്യാൻ പറ്റുക, ഇനിയിപ്പോ ഇത് സഹിച്ചേ പറ്റൂ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോകാനാണ് പലരും ശ്രമിക്കുന്നത്. നമ്മൾ ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഹോൾ ലൈഫും ആ വ്യക്തിയുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആണെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പലരും ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിഞ്ഞു അതിൽ നിന്ന് പുറത്തു കടക്കണമെന്നും ഉണ്ട്. പക്ഷെ അത് ചെയ്യാതെ വീണ്ടും അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ചതിക്കുകയാണോ അല്ലെങ്കിൽ അവരോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണോ, ഇത്തരത്തിലുള്ള ചിന്താഗതി നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പലരും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാതെ അത് സഹിച്ചു പിടിച്ചു നിൽക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ നോക്കാം. ഡിസൈഡ് ടു ലീവ്. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആദ്യം നിങ്ങൾ തന്നെ ധൈര്യം കാണിക്കുക. ബാക്കി എല്ലാം കൊണ്ടും അവർ നല്ലതാണ്, പക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള ടോക്സിസിറ്റീസ് ഉണ്ട്, പക്ഷെ ബാക്കിയെല്ലാം നല്ലതാണല്ലോ, അതുകൊണ്ട് ഇതങ്ങ് സഹിച്ചേക്കാം എന്ന് ചിന്തിച്ച് നിൽക്കാതിരിക്കുക. അതുപോലെ അവർക്ക് ചാൻസസ് കൊടുത്ത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് ഈ റിലേഷൻഷിപ്പ് അബ്യൂസീവ് ആണ്, ഞാൻ ഇതൊന്ന് പുറത്ത് കടന്നേ പറ്റുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അവരുടെ ഇമോഷൻസിനെ പറ്റി ബോധേഡ് ആവാതെ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തു, എത്രമാത്രം സഫർ ചെയ്തു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. അവർക്ക് നമ്മൾ കൊടുത്ത കൺസിഡറേഷൻ, ചാൻസസ് എല്ലാം നമ്മൾക്ക് തന്നെ കൊടുക്കുക. അതായത് സ്റ്റാർട്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അവൻ അല്ലെങ്കിൽ അവൾ നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിലും നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പാകപ്പെടുത്തുക. ഏറെ ചാൻസസ് നമ്മൾ കൊടുത്തിട്ടും അവരിപ്പോഴും മാറുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇനി അവർ മാറാനൊന്നും പോകുന്നില്ല. നമ്മൾ ഈ ചാൻസസ് കൊടുക്കുന്തോറും അവർക്കതൊരു എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ചാൻസസ് കൊടുക്കൽ അവിടെ നിർത്തിയിട്ട് നമ്മൾക്ക് തന്നെ ചാൻസ് കൊടുത്തു തുടങ്ങുക.
ബിൽഡ് എ സപ്പോർട്ട് സിസ്റ്റം. ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് അത് അബ്യൂസീവ് ആവാം, ടോക്സിക് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ അടുത്ത ദിവസത്തോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വേറെ ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. അന്നേരം നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേട്ടിരിക്കാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ്, കസിൻസ്, പാരന്റ്സ്, അങ്ങനെ ആരെയും നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, അത് നിങ്ങളെ തിരിച്ച് എപ്പോഴേലും ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറും. വളരെ വയസ്സായി അത്രയും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങളുടെ ആ ഒരു ക്ലോസ് ഫ്രണ്ട്സിലിട്ട് അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് തുറന്നു പറയാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനും യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. പ്രിപ്പയർഡ് ഫോർ ദ ബാക്ക്ലാഷ്. നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ റിലേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള ഒരാൾ ആയതുകൊണ്ട് തന്നെ ആ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് ന്യൂസസ് കാണുന്നില്ലേ, ആസിഡ് ഒഴിച്ചു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു, കുത്തിക്കൊന്നു എന്നൊക്കെ. അതൊക്കെ ഇത്തരത്തിൽ ടോക്സിക് ബിഹേവിയർ ഉള്ള പാർട്ട്നേഴ്സ് ആണ്. എന്ന് വെച്ച് എല്ലാ ടോക്സിക് പാർട്ട്നേഴ്സും ഇത്തരത്തിലുള്ള ബിഹേവിയർ ഉള്ളവരാണെന്നല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് വേണ്ട വെക്കുന്നതിന് മുൻപ് നമ്മൾ വളരെ മുതിർന്ന ഒരാളോടോ അല്ലെങ്കിൽ ഇതുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരോടെങ്കിലും ഒക്കെ ഞാൻ ഇത് വേണ്ടാന്ന് വെക്കുകയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ അറിയിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാൽ അവർ പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ തെറ്റുകളും നമ്മുടെ തലയിൽ ഇടാനും നമ്മളെ ഒരു തേപ്പുകാരി അല്ലെങ്കിൽ തേപ്പുകാരൻ എന്ന് പറയുന്ന ഒരു ടാഗ് നമുക്ക് കിട്ടാനും അങ്ങനെ അവരെ എല്ലാവരുടെയും പ്രചരിപ്പിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതൽ. അവർ ചെയ്ത ടോക്സിസിറ്റീസോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന മെന്റൽ സ്ട്രെസ്സോ ഒന്നും പുറത്താരും അറിയത്തില്ല. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് സഫർ ചെയ്ത് കഴിഞ്ഞു. പോരാത്തതിന് നമ്മൾ തേപ്പുകാരിയാണ് അല്ലെങ്കിൽ നമ്മൾ ചതിച്ചതാണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ടോക്ക് കൂടെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവാൻ, കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആവാനും പിന്നീട് അതൊരു സൂയിസൈഡൽ തോട്ട് പോലുള്ള വളരെ വലിയ പ്രശ്നത്തിലേക്ക് പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു ധാരണ കൂടെ നമ്മൾക്കുള്ളത് വളരെ ആവശ്യമാണ്. ഇനി അവര് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനോ, അതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ തന്നെ കൺവിൻസ് ചെയ്യാ, അങ്ങനെയല്ല. പുറത്ത് ആരെയിലൊക്കെ പറഞ്ഞു നീ അവനെ ചതിച്ചതല്ലേ, നീ അല്ലെങ്കിൽ അവളെ ചതിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോ അവരെ കൺവിൻസ് ചെയ്യാനോ അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവിടെ പോയി ജസ്റ്റിഫൈ ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലീവ്. ആരുടെയും ഒക്കെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ച് കളയേണ്ട ഒന്നല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ പാർട്ട്ണർ അബ്യൂസീവ് ആണ് അല്ലെങ്കിൽ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കിയ എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് മാറാൻ ശ്രമിക്കണം. അതൊരിക്കലും ഒരു തെറ്റല്ല. ബിക്കോസ് യു ഡിസേർവ് ബെറ്റർ. ഇഫ് യു കാൻ ചേഞ്ച് ദ പീപ്പിൾ, then change the people.